പനി കടുത്തതോടെ കിഴക്കൻ മേഖലയിലെ ആശുപത്രികളിൽ നിറഞ്ഞു കവിയുന്ന രോഗികൾക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് സൌകര്യങ്ങളും ഒരുക്കി വിവിധ സംഘടനകൾ സജീവമായി. യൂത്ത് കോൺഗ്രസ് കുളത്തൂപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾക്കായി ചുക്കുകാപ്പിയും ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നു. ലഘുഭക്ഷണ വിതരണം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഫിലിം സെൻസർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു. ദിനംപ്രതി 300-ലധികം രോഗികളാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടുന്നത്. പനി ബാധിച്ചും മറ്റും അവശനിലയിലെത്തുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മണിക്കൂറുകളാണ് ആശുപത്രി വരാന്തയിൽ നിൽക്കേണ്ടി വരുന്നത്. പനിക്കാരുടെ നിലവിലുള്ള അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും വരെ ലഘുഭക്ഷണ വിതരണം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കാരണം കേരളം ഇന്ന് വളരെയേറെ പകർച്ചവ്യാധികളും വ്യാപകമായ പനിയും മൂലം ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ആശുപത്രിയുടെ വരാന്തയിലിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യമായി ചെറിയ ഒരു സഹായം കൊടുക്കുമ്പോൾ ആ സഹായം തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാവിയിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരായി വളർന്നു വരുവാനും സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുവാനും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ പനിബാധിത രോഗികൾക്ക് സാന്ത്വന സ്പർശവുമായി വയ്യാനം ജനമൈത്രി സ്വയംസേവക സംഘമാണ് രംഗത്തുള്ളത്. ചുക്കുകാപ്പി വിതരണമാണ് ഇവിടെ പ്രധാനം. വയ്യാനം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന എല്ലാ രോഗികൾക്കും സൗജന്യമായി ചുക്കുകാപ്പി വിതരണം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടകൽ താലൂക്ക് ആശുപത്രിയിൽ 1000-ന് മേൽ രോഗികളാണ് ഇപ്പോൾ ഒപിയിൽ ദിനംപ്രതി ചികിത്സ തേടുന്നത്. വാർഡിലെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഒപിയിൽ തന്നെ രോഗികളെ പ്രാഥമിക ചികിത്സ നൽകി മടക്കി അയക്കുകയാണ് ഡോക്ടർമാർ. പനി ബാധിച്ച് കടക്കൽ പഞ്ചായത്തിൽ 4 പേരാണ് അടുത്തിടെ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ, ചടയമംഗലം.